നമസ്കാരം. മലയാള സാഹിത്യത്തിലെ മാസ്റ്റർ പീസ് പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മഹാഭാരതത്തെ പാണ്ഡവരുടെ കണ്ണിലൂടെയല്ല, കർണന്റെ ആത്മസംഘർഷങ്ങളിലൂടെ കാണാൻ ഈ നോവൽ നമ്മളെ നിർബന്ധിക്കുന്നു. ജീവിതത്തിന്റെ അവസാന നിമിഷം, രഥചക്രം പുതഞ്ഞു നിൽക്കുന്ന ആ ഭയാനകമായ വേളയിലാണ് കഥയുടെ തുടക്കം. കർണൻ അനുഭവിക്കേണ്ടി വന്ന ജാതിപരമായ അവഗണനകളും അവന്റെ ഉള്ളിലെ തീരാത്ത ചോദ്യങ്ങളുമാണ് ഇതിലെ പ്രമേയം. ഇവിടെ കർണൻ വെറുമൊരു വില്ലനല്ല, സൗഹൃദത്തിനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ഒരു മനുഷ്യനാണ്. ദ്രൗപദിയും കർണനും തമ്മിലുള്ള നിശബ്ദമായ പ്രണയബന്ധം ഈ നോവലിനെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നു. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ കർണൻ എന്ന കഥാപാത്രം നിങ്ങളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും. ഈ നോവലിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ. കൂടുതൽ പുസ്തക വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.